വെൽക്കം ടു എവി ടൈൽസ് ആൻഡ് സാനിറ്ററി തട്ടാമല കൊല്ലം. എൻ്റെ പേര് അമിത്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലം ആണ്. അതായത് വാഷ് ബേസിനകത്ത് കറ പിടിക്കുന്നു, അല്ലെങ്കിൽ വാഷ് ബേസിനകത്ത് സ്ക്രാച്ചസ് കാണുന്നു. വാഷ് ബേസിൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ടി വരുന്നു. മേടിച്ച സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്താൽ മതിയായിരുന്നു, ഇപ്പം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം. ഇത് ചില ക്ലോസറ്റിൽ ഈ പ്രശ്നം 6 മാസം മുതലേ ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, അല്ലെ ഇതിനകത്ത് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്ന ആരും അറിയാത്ത ഒരു സംഭവമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ്. സോ ബ്രഷസ് ബേസിക്കലി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് പ്രൊഡക്റ്റ് ആണ്. ടൈൽസ് സാനിറ്ററി ഉണ്ടാക്കുന്നവർ ബ്രഷസ് ഉണ്ടാക്കത്തില്ല. സോ ബ്രഷ് നമ്മൾ എപ്പോഴും പുറത്തുനിന്നാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. ബ്രഷ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സോ വിച്ച് മീൻസ് ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്താൽ മോറോർലെസ് അതൊരു 2-3 ഇയേഴ്സിലേക്ക് അത് അവിടെ ഇരിക്കും, അത് കേടാവത്തില്ല, എപ്പോഴും അവിടെ തന്നെ കാണും. സോ വിച്ച് മീൻസ് നമ്മൾ വീണ്ടും നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് മോശമാണ്, തെറ്റിപ്പോയെങ്കിൽ നമ്മൾ അത് അറിയാതെ തന്നെ നമ്മൾ ആ മിസ്റ്റേക്ക് വന്ന പ്രൊഡക്റ്റ് വെച്ച് തന്നെ നമ്മൾ 2, 3, 4, 5, 10 വർഷം നമ്മൾ ആ ക്ലോസറ്റ് യൂസ് ചെയ്യും, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബ്രഷ് യൂസ് ചെയ്യും. ആൻഡ് വെരി സൂൺ ഒരു 6 months കഴിയുമ്പോൾ തന്നെ ക്ലോസറ്റിനകത്ത് പാട് വരാം, ബ്രഷ് അത്രയും മോശമാണെങ്കിൽ. സോ ഇത് വളരെ ട്രിക്കി ഒരു സബ്ജക്റ്റ് ആണ്. നമുക്കിത് സംസാരിച്ച് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങി 2-3 കടകളിൽ നിന്ന് നമ്മൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബ്രഷസ്, പ്രിവലന്റ് ആയിട്ട് അവർ എന്തുവാണോ വിൽക്കാൻ എടുത്ത് വെച്ചേക്കുന്നത് ആ ബ്രഷസ് നമ്മൾ മേടിക്കും. ബ്രഷസ് മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ അവിടെ വെച്ചോ അല്ലെങ്കിൽ തിരിച്ച് ഷോറൂമിൽ വന്നിട്ടോ നമ്മൾ ചെയ്യും. അപ്പം അത് വരുമ്പോഴേ നമുക്കൊരു ഇതിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഫൈൻ നുവാൻസസ് എന്തുവാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാം. ഒരുപാട് കടകൾ പോകാനുണ്ട്, കൊല്ലത്ത് ലുലു മോളിലും പോകാനുണ്ട്. സോ ലെറ്റ്സ് ഗോ. സോ നമുക്ക് ആദ്യത്തെ കട നമുക്ക് നോക്കാം. ഒരു നിയറസ്റ്റ് ഷോപ്പ് ഇവിടെ ഉള്ള ഏതാന്ന് വെച്ചാൽ അവിടെ പോയി നമുക്ക് നോക്കാം. അവിടെ നമ്മൾ ഈ പറയുന്ന ബ്രഷ്, നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബ്രഷ് അവിടെ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. സോ ലെറ്റ്സ് ലുക്ക് ഫോർ ദ ഫസ്റ്റ് ഷോപ്പ്. സോ നമ്മൾ ഇവിടെ ഒരു കട കണ്ട്, റോഡ് സൈഡാ, ചെറിയൊരു കടയാണ്, നമുക്ക് കാണാൻ ക്ലീനിങ് എക്യുപ്മെന്റ്സ് പുറത്ത് ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ എന്ത് കിട്ടും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്. ജസ്റ്റ് ഹോൾഡ് ഓൺ. സോ യെസ് ഗൈസ്, സോ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഒരു ചെറിയ കടയിൽ കയറി നമ്മൾ ചെറിയൊരു ബ്രഷ് മേടിച്ചു. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഇവിടെ വെയിലത്ത് നിന്ന് മാറി. സോ നമുക്കിന്ന് പൊട്ടിച്ച് നോക്കാം. അൺബോക്സിങ് ഓഫ് അവർ ന്യൂ ക്ലീനിങ് ബ്രഷ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രഷ് നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല കമ്പനിയുടെ ആണിത്. ഇറ്റ്സ് കോൾഡ് പോളിഗാർഡ്സ്. സോ പോളിഗാർഡ്സ്, സോ ഇതിൻ്റെ പാക്കിങ്ങും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണുമ്പോൾ അറിയാം ഇത് കുറച്ച് ക്വാളിറ്റി അങ്ങനെ തീരെ മോശം ക്വാളിറ്റി അല്ല. പക്ഷേ ഔട്ട്റൈറ്റ് നമുക്കാണെങ്കിൽ ബ്രഷ് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കാണ്. സോ ദാറ്റ് ഈസ് ദ ക്രക്സ് ഓഫ് ദിസ് ഇൻഡസ്ട്രി. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രോഫിറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾ പ്ലാസ്റ്റിക്. സോ ഹാൻഡിൽ റീസൈക്കിൾ പ്ലാസ്റ്റിക്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പ്രൈസ് 90 രൂപയായതിന്. സോ നൗ യു സി ഈ ബ്രഷ്. യു സി എൻ്റെ കൈ ഓടിച്ചിട്ട് ഇത് അങ്ങോട്ട് അനങ്ങുന്നില്ല. യു സി യെസ്. സോ ഈ ബ്രഷ് ഇത്രയും ഹാർഡ് ബ്രഷ്, ഇത് നമുക്ക് സൗണ്ട് വരെ കേൾക്കാം. ഇത് തെറിച്ച് പോകുന്ന നമുക്ക് അതിൻ്റെ തെറുപ്പ് കാണുമ്പോൾ അറിയാം ഇത് എത്ര ഷാർപ്പാണ്. 90% ഓഫ് ദി പോപ്പുലേഷൻ യൂസ് ദിസ് ബ്രഷ് ഓർ ഹാർഡർ ദാൻ ദിസ്. ഇതിനെക്കാട്ടും വേഴ്സ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ചാണ് നമ്മൾ നമ്മുടെ പല എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോസറ്റ്സും സാനിറ്ററി വെയറും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഈ ബ്രഷിൽ നിന്നാണ്. സോ നമുക്ക് 1-2 കടയും കൂടെ നോക്കാം. മാർക്കറ്റിൽ എന്തുവാ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. സോ വീഡിയോസേക്കിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക. ശരിക്കും നമുക്ക് അകത്ത് പോയി നമുക്ക് പെർമിഷൻ ചോദിക്കാമായിരുന്നു, പക്ഷെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മളിത് കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോറൂമിൽ ലൈവ് ഡിസ്പ്ലേ കാണിക്കും. ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് ബ്രഷ്. ഇതാണ് ക്ലോസറ്റിനെ നശിപ്പിക്കുന്നത്, ഇത് മേടിക്കരുത്, കാണിക്കുക. സോ പറയുന്നതിനെക്കാട്ടിലും കാണിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ഷോപ്പ്. അപ്പം അടുത്ത ഷോപ്പ് കുറച്ച് ദൂരെയാണ്. സീറ്റ് ബെൽറ്റ് ഇടാം. ഈ ഒരു ഭാഗത്ത് യെസ്, ഐ തിങ്ക് ഐ ക്യാൻ സീ എ ഷോപ്പ്. അവിടെ ക്ലീനിങ് എക്യുപ്മെൻറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കാം. ഒരു ചെറിയ ഷോപ്പ് ഇവിടെ കാണുന്നുണ്ട്. സോ അഗെയിൻ ഞാൻ ആദ്യം ഈ ചെറിയ ഷോപ്സിൽ ആദ്യം വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഈ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതും ഈ സാധനത്തിന് നമ്മൾ വലിയ വില നമ്മൾ മനസ്സിൽ കരുതുന്നുമില്ല, നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതുപോലത്തെ സാധനങ്ങൾ കുറഞ്ഞ കടയിൽ നിന്ന് അങ്ങ് മേടിക്കും. പക്ഷേ വീട്ടിൽ ഇരിക്കുന്ന ക്ലോസറ്റ് ചിലപ്പം ജാഗ്വാറും കോളറും ഒക്കെ ആയിരിക്കും. ബട്ട് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് വി വോണ്ട് ടു കറക്റ്റ്. സോ ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ് എപ്പോഴും ടോപ്പ് നോച്ച് കമ്പനീസിൻ്റെ ഏറ്റവും നല്ല സാധനം മാർക്കറ്റിൽ നിന്ന് മേടിക്കാവും. ഇതുപോലത്തെ സാധനം പിന്നെ ആര് മേടിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സോ നമുക്ക് നോക്കാം ഇവിടെ എന്തോ കിട്ടുന്നത് നോക്കിയിട്ട് ഞാനിപ്പോൾ വരാം. സോ മേ ബി യു ക്യാൻ സിറ്റ് ഹിയർ. ഇവിടെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, കാരണം അതോട്ട് വന്നാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല.
ഒന്നല്ല രണ്ടല്ല 3 ഐറ്റം നമ്മൾ ഇവിടുന്ന് പ്രൊക്യൂർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കടയുടെ മുമ്പിൽ നിന്ന് മാറി നിന്ന് പെട്ടെന്ന് അങ്ങ് റിവ്യൂ ചെയ്യാം. സോ ദ ഫസ്റ്റ് തിങ്, വലിയ ബ്രഷ് നമുക്ക് കിട്ടിയത് ഇറ്റ്സ് ലൈക്ക് ക്വൈറ്റ് സോഫ്റ്റ്, ലൈക്ക് ദിസ് ഈസ് അക്സെപ്റ്റബിൾ. പക്ഷേ എന്നാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇത് സോഫ്റ്റ് ആണ്. നേരത്തെ നമ്മൾ മേടിച്ച ബ്രഷിനെക്കാളും സോഫ്റ്റ് ആണ്. പ്ലാസ്റ്റിക് കണ്ടിട്ട് വെർജിൻ പ്ലാസ്റ്റിക് പോലെ തോന്നുന്നു, വിച്ച് ഈസ് ഓക്കെ. നമ്മുടെ ടോപ്പിക് അതല്ല, നമ്മുടെ പ്രശ്നം ഇന്നത്തെ ഇതാണ്. സോ ഇത് സോഫ്റ്റ്. നമുക്കറിയാം, എൻ്റെ സ്വേയിങ് കാണുമ്പോൾ അറിയാം, ബ്രഷിൻ്റെ സ്വേയിങ് കാണുമ്പോൾ അറിയാം സോഫ്റ്റ്. പക്ഷേ സർഫേസിൽ ഹാർഷ്നെസ് ഉണ്ട്. സോ നമുക്ക് വേണ്ടത് ശരിക്കും നമ്മുടെ ടൂത്ത് ബ്രഷ് മേടിക്കാൻ പോകുമ്പോൾ അതിനകത്ത് സോഫ്റ്റ് എന്നൊരു കാറ്റഗറി ഉണ്ട്. ടൂത്ത് ബ്രഷ് മേടിക്കാൻ പോകുമ്പോൾ സോഫ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ആ ഒരു മെറ്റീരിയലാണ് ആക്ച്വലി നമുക്ക് നമ്മുടെ ബാത്റൂമിന് വേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പോപ്പുലർലി ഒരു മെറ്റീരിയലാണ് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിക്കാറുണ്ട് ഈ സാധനം. ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ച ക്വൈറ്റ് ഹാർഡ്. ഐ മീൻ നേരത്തെ നമ്മൾ കണ്ട ബ്രഷിനെക്കാളും ട്വൈസ് ഹാർഡാണ് ഇത്. ഓൾമോസ്റ്റ് നമ്മുടെ ആദ്യത്തെ ബ്രഷ് നമ്മളിപ്പം കാണിച്ച് ആ ഹാർഡ്നെസ് ഉണ്ട്. പ്ലാസ്റ്റിക് ഐ തിങ്ക് ഇറ്റ്സ് ലുക്സ് ലൈക്ക് വെർജിൻ പ്ലാസ്റ്റിക്, സോ ദാറ്റ്സ് ഫൈൻ. ബട്ട് ഈ സാധനം ഈസ് അബ്സല്യൂട്ട്ലി കില്ലിങ് യുവർ വാഷ് ബേസിൻസ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. നെവർ യൂസ് ദിസ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സാധനം കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ അൺപാക്കിങ് ചെയ്യാം. ഓക്കെ, സോ ഓൾറെഡി പൊട്ടിയില്ല ഈ പ്രോഡക്റ്റ്. മൈ ഗോഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വാഷ് ബേസിനോടോ ക്ലോസറ്റിനോടോ എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ തീർക്കാൻ ബെസ്റ്റ് സാധനമാണ്. കാരണം ബ്രിസിൽസിൻ്റെ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരാളെ വേണേൽ മുറിവേൽപ്പിക്കാം. ഇത് വെച്ച് ഒരു ചെള്ളയ്ക്ക് ഒരു പിടി പിടിച്ചാൽ അവിടുന്ന് ചോര വരും. ഇത്രയും ഹാർഡ് സാധനമാണ്. ഈ സാധനത്തിന് 40 രൂപയാണ് അവർ മേടിച്ചത്. സോ അബ്സല്യൂട്ട്ലി അവോയ്ഡ് ദീസ് പ്രൊഡക്റ്റ്. നിങ്ങളുടെ വിലവെടുപ്പുള്ള ക്ലോസറ്റും വാഷ് ബേസിനും എല്ലാം നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ കേടാവുന്നുണ്ട്, അല്ലെ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് സ്റ്റെയിൻ പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഡീകളറേഷൻ വരുന്നുണ്ടെങ്കിൽ ഈ ബ്രഷസ് ആണ്. പ്ലസ് ദി amount ഓഫ് ഹാർപിക് ഓർ amount ഓഫ് ഡിറ്റർജൻസ് ദാറ്റ് യു പുട്ട് ഇൻ, ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആണ് നമ്മുടെ ക്ലോസറ്റ്സിനെ വാഷ് ബേസിനെ നശിപ്പിക്കുന്നത്. സോ ഇനി എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ എന്തെങ്കിലും കിട്ടും. കാരണം മാർക്കറ്റിലെ ഒരു റേഞ്ച് എനിക്കിത് ഓൾറെഡി അറിയാം. ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കിയത്. സോ നമുക്കിനി നേരെ ഒരു പ്രീമിയം ഔട്ട്ലെറ്റിലേക്ക് പോവാം. സോ നമ്മൾ കൊല്ലത്തെ ഏറ്റവും പ്രീമിയം ഔട്ട്ലെറ്റ് ഏതാണെന്ന് നമുക്കറിയാം, ലുലു മോൾ. അപ്പോൾ ലുലു മോളിൽ എന്ത് കിട്ടും നമുക്ക് നോക്കാം. സോ ഐ എം ലുക്കിംഗ് ഫോർ ബ്രാൻഡ്സ് ലൈക്ക് സ്കോച്ച് ബ്രൈറ്റ് ആൻഡ് ഐ തിങ്ക് സ്കോച്ച് ബ്രൈറ്റ് അല്ലാതെ വേറൊരു പേര് എൻ്റെ മൈൻഡിൽ വരുന്നില്ല. സോ ഹോപ്പ്ഫുള്ളി നമ്മൾ ലുലുയിൽ എത്തുമ്പം സ്കോച്ച് ബ്രൈറ്റ് നമുക്ക് അവിടെ കാണാൻ കിട്ടും. ഇനി അല്ല അത് കൂടാതെ വേറെ നല്ല ബ്രാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ നമ്മൾ ലുലു മോളിൽ അകത്ത് കയറി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചിരുന്നു. പക്ഷേ നമ്മുടെ പെർമിഷൻ ഡിക്ലൈൻ ചെയ്തു. അവർ പറയാൻ നിങ്ങൾ അത്ര വലിയ യൂട്യൂബർ അല്ല, 2000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും പോരാ. സോ അതുകൊണ്ട് അകത്ത് കയറി എല്ലാ പ്രൊഡക്ട്സും റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ വിചാരിച്ച അടുത്ത പ്രാവശ്യം ചെയ്യാൻ പറ്റും. പെട്ടെന്ന് സബ്സ്ക്രിപ്ഷൻ കൂട്ടുക, ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങൾക്കൊരു 10,000 സബ്സ്ക്രിപ്ഷൻ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം മേ ബി ലുലു നമ്മളോട് നോ എന്ന് പറയത്തില്ല. നമ്മളെ ചിലപ്പോൾ അകത്ത് സ്വീകരിക്കും. അകത്ത് നിന്നുകൊണ്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനം അറിയാം, ഞങ്ങൾ ചെറിയ ആൾക്കാരാണ്. സോ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അകത്ത് പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് പുറത്ത് വന്ന് റിവ്യൂ ചെയ്യാം. അതിന് ഒരു ഒബ്ജക്ഷനും ആർക്കും പറയാൻ പറ്റത്തില്ല. കട്ട്. സോ നമ്മളിപ്പം പുതിയ ബൈപ്പാസ് കയറി. ബൈപ്പാസിൻ്റെ റോഡ് ഇപ്പോൾ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത്. ഇതുവരെ ഞങ്ങൾ താഴെ കൂടെ പോയിക്കൊണ്ടിരുന്നത്. സോ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഉമേൻലൂർ ഓവർപാസിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ നിന്ന് ഇനിയും 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വല്പം മ്യൂസിക് കേൾക്കാം. സോ നമ്മൾ ലുലു എത്തി. റൈറ്റ് സൈഡിൽ ഡ്രീംസ് മോൾ കാണാം, അതിനകത്താണ് ലുലു മോൾ ഉള്ളത്. സോ കൊല്ലത്തെ ഇപ്പം ഏറ്റവും പ്രീമിയം ഷോപ്പിംഗ് ഔട്ട്ലെറ്റ് ആണ്. സോ ഹോപ്പ്ഫുള്ളി ഇവിടെ എന്തെങ്കിലും നല്ല സാധനം, ബ്രാൻഡഡ് സാധനം, സ്പെഷ്യലി സ്കോച്ച് ബ്രൈറ്റ്, അല്ലെങ്കിൽ പിന്നെ പുതിയ എന്തെങ്കിലും ബ്രാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് മേടിച്ച് നമുക്ക് ഷോറൂമിൽ വെക്കാം. അപ്പം ഷോറൂം വിസിറ്റ് ചെയ്യുന്നവർക്ക് ഈ പ്രൊഡക്ട്സ് കാണാനും കമ്പയർ ചെയ്യാനും ഒരേ സ്ഥലത്ത് പറ്റും. സോ ലെറ്റ്സ് സീ വാട്ട് വി ഫൈൻഡ് ദർ. സോ നമ്മളിപ്പം ലുലു മോളിനകത്തോട്ട് കയറാൻ പോകുന്നത്. ഡ്രീംസ് മോളിൻ്റെ ബേസ്മെൻറ്റിലോട്ട് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ ബേസ്മെൻറ്റ് ഫുള്ളാണ്. ആൻഡ് ബേസ്മെൻറ്റ് 2-നകത്തും ഫുള്ളാണ്. വെരി ഗുഡ്. ആഫ്റ്റർനൂൺ, നോട്ട് ബാഡ്. ഓക്കെ, ലെറ്റ്സ് സീ എവിടെ ഇടാൻ പറ്റും വണ്ടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇത്രയും തിരക്ക് ഇവിടെ പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് ഈ സമയത്ത് ഞാനിവിടെ വരുന്നത്. ഓക്കെ, സോ ഗൈസ് നമുക്കിനി
മോളിനകത്ത് പോവാം. സോ വീണ്ടും പറയാം, മോളിനകത്ത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയില്ല. സോ നമ്മളത് ഷൂട്ട് ചെയ്യത്തുമില്ല, പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട്. ബട്ട് ഗിവ് മീ മോർ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ടൈം നമുക്ക് അകത്ത് പോയി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും. സോ ഗൈസ്, നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് റിവ്യൂ ചെയ്യുന്നില്ല, നമുക്ക് ഇനി എന്തായാലും ഇവിടെ നമ്മൾ ഷോറൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് ഷോറൂമിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. സോ ആസ് ഐ ടോൾഡ്, സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഒരു ബ്രഷ്, പിന്നെ വീണ്ടും സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഒരു ചെറിയ ബ്രഷ്. ഏതോ ഒരു കമ്പനി, പുതിയ കമ്പനിയാണ്, പക്ഷേ ലുലു ഇതിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ക്വൈറ്റ് ഗുഡ്, ഇച്ചിരി എക്സ്പെൻസീവാ. അനദർ ഹാൻഡ് ബ്രഷ്. സോ നമ്മൾ നോക്കിയ സാധനം നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ഷോറൂമിൽ പോയിട്ട് നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ദ ഷോ. നമ്മളിപ്പം തിരിച്ച് ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്ത എല്ലാ സാധനവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം പോയ ഷോറൂമിൽ നിന്ന് നമ്മൾ മേടിച്ച ഒരു ബ്രഷാണ്. റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിലാണ്, നമുക്ക് കണ്ടാൽ അറിയാം. വിച്ച് മീൻസ് ഒരു കൂടി പോയാൽ ഒരു 5-6 മാസം ഇത് ഒടിഞ്ഞു പോകും, ബാക്കിയുള്ള സാധനം വേസ്റ്റ് ആവും. ഹ്യൂജ് ഇക്കോളജിക്കൽ ലോസ്റ്റ്. ആൻഡ് ആ 6 മാസത്തിൻ്റെ ഇടെ ഇത് ക്ലോസറ്റിനുണ്ടാക്കുന്ന നഷ്ടം നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. സോ ബ്രിസിൽ ഈസ് വെരി ഹാർഡ്. സത്യം പറഞ്ഞാൽ സ്റ്റീൽ പോലെ ഇരിക്കുന്ന ബ്രിസിൽസ് ആണ്. ഒരിക്കലും നമ്മുടെ ബാത്റൂംസിൻ്റെ ടോയ്ലറ്റ്സ്, കൂടിയ ക്ലോസറ്റ്സ് ആയാലും കുറഞ്ഞ ക്ലോസറ്റ്സ് ആയാലും ഒരിക്കലും ഇത് വെച്ച് റബ് ചെയ്യാൻ പാടില്ല. ഇത് അതിനകത്ത് സ്ക്രാച്ചസ് വരുത്തും. നമ്മുടെ മോണ നമ്മൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത്, നമ്മുടെ പല്ല് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, അതിന് ഉപയോഗിക്കുന്ന ബ്രഷ് അത്രയും സോഫ്റ്റ്നെസ് ആണ് ഐഡിയലി നമുക്കിത് ചെയ്യാൻ വേണ്ടത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ചാൽ, ക്ലോസറ്റ്സ് അല്ല വാഷ് ബേസിൻസ് ഉണ്ടാക്കുന്ന കമ്പനീസ് ബ്രഷസ് ഉണ്ടാക്കുന്നത്. കാരണം ഇതൊരു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയാണ്, അത് സെറാമിക് ഇൻഡസ്ട്രി. അപ്പോൾ ഒരേ കമ്പനിക്ക് ഒരേ സമയത്ത് പ്ലാസ്റ്റിക്കിലും ഇതിലും ചെയ്യാൻ പറ്റത്തില്ല. രണ്ടിൻ്റെയും വോളിയം ഡിഫറെൻ്റ് ആണ്. സോ വിച്ച് മീൻസ് വാഷ് ബേസിൻ മേടിക്കുന്ന കസ്റ്റമർ നെസസറിലി ആ കടയിൽ നിന്ന് ബ്രഷ് മേടിക്കണമെന്നില്ല. സോ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് സെഗ്മെന്റ് ആയതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ എല്ലാ കമ്പനിയും നിർബന്ധിതരാവണം. സാനിറ്ററി CP മേക്ക് ചെയ്യുന്ന കമ്പനീസ് വേറെ കമ്പനിയിൽ നിന്ന് ജോബ് വർക്ക് ചെയ്യിച്ച് അവർ ഇതിൻ്റെ കൂടെ ഇത് കൊടുക്കണം. കാരണം ഇത് പ്രൊഡക്റ്റിൻ്റെ ലോങ് ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് കോസ്റ്റസ് 90 rupees. 90 rupeesൽ പക്ഷേ ഇത് ശരിക്കും ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു സാധനമാണ്. അതേ കടയിൽ നിന്ന് നമ്മൾ മേടിച്ചത്, ഇത് ഏറ്റവും ചെറിയ കട, അതായത് ഐ തിങ്ക് റിയലി ഷാക്കി എന്നാണ് ലിറ്ററലി നമ്മൾ ഇത് മേടിച്ചേക്കുന്നത്. ഈ ബ്രഷ് നമ്മൾ ടിപ്പിക്കലി വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കുന്നതാണ് അതിനകത്ത്. പക്ഷേ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിന് തീരെ ബലമില്ല. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് റീസൈക്കിൾ പ്ലാസ്റ്റിക്. അപ്പം ഇതിന് ബലമില്ല, വിച്ച് മീൻസ് ബലം കുറയുന്നതുകൊണ്ട് നമ്മൾ ഇതിന് കൂടുതൽ പ്രഷർ ചെയ്യും. ബ്രിസിൽസ് ഭയങ്കര ഹാർഡാണ്. അഗെയിൻ ആബ്സല്യൂട്ട് നോ. ഇതും വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി, സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ബ്രിസിൽസ് ആർ സോ ടഫ് ദാറ്റ് എനിക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ആണി പോലെ ഇരിക്കുക ഈ ബ്രിസിൽസ്. അപ്പം അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് നിങ്ങളുടെ വാഷ് ബേസിൻ അല്ലെങ്കിൽ ക്ലോസറ്റ് ഒരു 5 പ്രാവശ്യം ക്ലീൻ ചെയ്താൽ മതി, ആ ക്ലോസറ്റിൻ്റെ വാഷ് ബേസിൻ്റെ പരിപാടി തീരും. സോ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടും വരുന്ന കസ്റ്റമേഴ്സിന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്നത്. എപ്പോൾ വന്നാലും ഇത് ഡിസ്പ്ലേയിൽ കാണും, നിങ്ങൾക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി നമ്മൾ പോയ രണ്ടാമത്തെ കടയിൽ അവിടുന്ന് മേടിച്ച ബ്രഷസ് ആണ് ഇത്. അപ്പോൾ രണ്ടാമത്തെ ബ്രഷസ് നമുക്ക് കാണാം, ഇത് കണ്ടിട്ട് വെർജിൻ പ്ലാസ്റ്റിക് ആണ്. വെർജിൻ പ്ലാസ്റ്റിക്. ഇതിന്റെ പുറത്തുള്ള ബ്രിസിൽസ് സർപ്രൈസിംഗ്ലി സോഫ്റ്റ് ആണ്. വെറും 80 രൂപയ്ക്ക് മേടിച്ച ബ്രഷ്. സോ വിച്ച് മീൻസ് വെർജിൻ പ്ലാസ്റ്റിക് സോഫ്റ്റ് ബ്രിസിൽസ്. ഞാൻ കണ്ട നല്ല സോഫ്റ്റ് ബ്രിസിലാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം 2 ലെയർ ഉണ്ട്. ഒരു റെഡ് കളറിലെ ബ്രിസിലും ഉണ്ട്, ഗ്രീൻ കളറിലെ ബ്രിസിലും ഉണ്ട്. ഈ റെഡ് കളറിലെ ബ്രിസിൽസ് സ്വല്പം ടഫാണ്. അപ്പം ഇത് സ്വല്പം ഹാർഡും പുറത്തുള്ള ഗ്രീൻ സ്വല്പം സോഫ്റ്റ്. വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷേ ജനറലി ദ ഓവറോൾ ഫീൽ ഓഫ് ദ ബ്രിസിൽസ് ഈസ് വെരി സോഫ്റ്റ് ആൻഡ് വെരി മഷി. സോ ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത്രയും ബ്രഷ് ഉണ്ട്, നമ്മൾ ശരിക്കും ഇത് സർഫേസിൽ ജെന്റലായിട്ട് ക്ലീൻ ചെയ്താൽ മതി. ഈവൻ മൈ ഒപ്പീനിയൻ ദിസ് ഇസ് നോട്ട് പ്രോപ്പർ വൺ. ഞാൻ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് പറയുന്നത്. ഇത് ആണി പോലാണ്, ഇത് പ്രോപ്പർ നമ്മുടെ ഒരു പല്ല് കേൾക്കുന്ന ബ്രഷിനകത്ത് നമ്മൾ ഹാർഡ് സെഗ്മെന്റിൽ എടുക്കുന്ന ബ്രഷിന്റെ ഒരു ഹാർഡ്നെസ് ആണ് ഇതിനുള്ളത്. സോ ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. കടയുടെ വലുപ്പം കണ്ടിട്ടില്ല, ഏറ്റവും ചെറിയ കടയിൽ നിന്നാണ് നമ്മൾ ഇത് മേടിച്ചേക്കുന്നത്. അവിടെയാണ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടിയത്. സോ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു അൺഓർഗനൈസ് സെക്ടർ, നമ്മൾ ഇത് നോക്കി നടക്കണം. അതായത് ലിറ്ററലി നമ്മൾ ഇത് എവിടെ കിട്ടുന്നത് നമ്മൾ നോക്കി ഒരു ദിവസം കുറച്ച് കടകൾ കയറി ഇറങ്ങിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഉപയോഗപ്പെടുന്ന ബ്രഷ് നമുക്ക് മേടിക്കാൻ പറ്റും. സോ ദിസ് ഇസ് സെക്കൻഡ് വൺ. സോ മൂന്നാമത് നമ്മൾ പോയ ലുലു മോളിലായിരുന്നു. നമുക്കറിയാം ലുലു മോളിൽ നമ്മൾ പോയി. അപ്പം ഉദ്ദേശിച്ച പോലെ തന്നെ സ്കോച്ച് ബ്രൈറ്റ് പ്രൊഡക്ട്സ് അവിടെ കിട്ടി. പക്ഷേ സ്കോച്ച് ബ്രൈറ്റ് അല്ലാതെ നമുക്ക് വേറൊരു പ്രൊഡക്റ്റും കൂടെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പ്രൊഡക്റ്റിന്റെ പേരാണ് റോസൻ ബോൾ. സോ റോസൻ ബോൾ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ആണ്. കണ്ടിട്ട് കുഴപ്പമില്ല, റീസൈക്കിൾ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ്സ് വെൽ മെയ്ഡ്, കളർ കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. ബട്ട് ബ്രിസിൽസ് നല്ല ഉള്ളുള്ള ബ്രിസിൽസ് ആണ്. എന്ന് വെച്ചാൽ നല്ല മഷിയാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ല രീതിയിൽ ഫോം ചെയ്യും. അതായത് നമ്മുടെ നല്ല രീതിയിൽ ഇത് പതഞ്ഞു വരും. സോ സോപ്പിനെ നന്നായിട്ട് പതപ്പിച്ച് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെയാണ് ഇതിന്റെയും, ഇത് വെറും ലോക്കൽ സാധനമാണ്, ഇത് നല്ല ക്വാളിറ്റി സാധനമാണ്. ഇതിന്റെ ഡിഫറൻസ് കാണാൻ ഇതിനകത്ത് ഒരു പതയും വരത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ
കൈയുടെ പ്രഷറും ഉണ്ട്. ഈ ബ്രിസിൽസ് നമ്മുടെ ക്ലോസറ്റിനെ കൊലപാതകം ചെയ്യുന്ന അത് വെച്ചാണ് നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. 6 മാസം കഴിയുമ്പം ക്ലോസറ്റിനകത്ത് എല്ലാം സ്ക്രാച്ച് വീഴും, അതിനകത്ത് പിന്നെ അഴുക്ക് പിടിക്കാൻ തുടങ്ങും, ഡീകളറേഷൻ വരാൻ തുടങ്ങും. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈവൻ ദിസ് ടു മൈ എക്സ്പീരിയൻസ് ദിസ് ഇസ് നോട്ട് സഫീഷ്യന്റ്. ഇതിനെക്കാട്ടിലും സോഫ്റ്റ് ആവേണ്ടതാണ്. പക്ഷേ ഇത് സോഫ്റ്റ് ആണ്, വളരെ എർഗോണോമിക്കാ പിടിക്കാനും. ഇതിനെക്കാട്ടിലും അബ്സല്യൂട്ട്ലി എർഗോണോമിക്സ് ഇല്ലാത്ത ഒരു സാധനം, പക്ഷേ ഇതിന് എർഗോണോമിക്സ് ഉണ്ട്. സോ യു ക്യാൻ സി വെരി സോഫ്റ്റ് ആൻഡ് നോട്ട് ക്വൈറ്റ് സോഫ്റ്റ് ബട്ട് യെസ് വെരി മെഷി. സോ നല്ല പത ഉണ്ടാവും ഇതിനകത്ത്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം പത ഉണ്ടായാൽ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മൾ ലുലുന്ന് മേടിച്ച് റോസൻ ബോൾ, വളരെ ഫാൻസി നെയിം ആണ്. പക്ഷേ റോസൻ ബോളിന്റെ ഒരുപാട് പ്രൊഡക്ട്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മാത്രമേ നമ്മൾ മേടിച്ചുള്ളൂ, കാരണം ഈ ബ്രിസിൽസ് ഇച്ചിരി സോഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മളിന്ന് വരാം തിരിച്ച് നമ്മുടെ മാർക്കറ്റ് ലീഡർ, ദാറ്റ് ഈസ് സ്കോച്ച് ബ്രൈറ്റ്. പ്രോപ്പർ പാക്കിംഗ്, യു സി മെഷ് പാക്കിംഗ് ഉണ്ട്. മെഷ് പാക്കിങ്ങിനകത്ത് പിന്നെ ബോക്സ് ഉണ്ട്. ബോക്സിനകത്തുനിന്ന് ഇത് എടുക്കണമെങ്കിൽ നമുക്ക് ബോക്സ് പൊട്ടിക്കാതെ ഇങ്ങനെ എടുക്കാൻ പറ്റും. ആൻഡ് നൗ വി കമ്പയർ. ഒരു കാര്യമില്ല, സ്കോച്ച് ബ്രൈറ്റ് ആണ് പേരേ ഉള്ളൂ, പക്ഷേ ഈ പ്രൊഡക്റ്റ് വെറും വേസ്റ്റാണ്. നിങ്ങളുടെ ക്ലോസറ്റ് നിങ്ങൾക്ക് നശിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പോയാൽ മതി. കാരണം ഇതിനെക്കാട്ടിലും അവർ നമ്മുടെ നിന്ന് മേടിച്ച 250 രൂപയാണ് ഇതിന് നമുക്ക് ചാർജ് ചെയ്ത്. ആകെ ഇതിനകത്തുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് വെർജിൻ പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക് വെർജിനാ, വിച്ച് മീൻസ് ഇത് ഒരു 5-10 വർഷം ഇതേപോലെ നിന്നോളൂ, ഇത് ഒടിഞ്ഞു പോകത്തില്ല. പക്ഷേ ഈ 10 വർഷത്തിന്റെ ഇടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റോ വാഷ് ബേസ് എന്തുവാണ് ഇത് വെച്ച് ക്ലീൻ ചെയ്യുന്നത്, അത് നശിക്കുക എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 90 രൂപയ്ക്ക് നമ്മൾ ലോക്കൽ കടയിൽ നിന്ന് മേടിച്ച റീസൈക്കിൾ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റിയും ഈ സ്കോച്ച് ബ്രൈറ്റിന്റെ ക്വാളിറ്റിയും ഒന്ന് തന്നെയാണ്. ഒരു ഇതും ഇല്ല, ഒരു മാറ്റവും ഇല്ല, വെറും യൂസ്ലെസ് പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഇത് തന്നെയാണ്. അതായത് നമ്മൾ നെസസറിലി ഈ പ്രൊഡക്റ്റ് നല്ല ഇവിടെ ചെന്നാൽ നല്ല സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്ത് പോയാൽ പോരാ. ഈ സാധനം ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ഇതിനെ എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടുമ്പം ഏതെങ്കിലും ഒരു ഫാക്ടറി ഇത് സോഫ്റ്റ് ബ്രിസിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ പ്രൊഡക്റ്റ് ആ കടയിൽ കാണും, നമ്മൾ അത് തന്നെ മേടിക്കണം. സോ അബ്സല്യൂട്ട്ലി വേസ്റ്റ് ഓഫ് മണി, കാണ്ട് ഹെൽപ്പ് ഇറ്റ്. സാധനം ഇവിടെ ഉണ്ട്. പക്ഷേ ഇതേ കമ്പനിയുടെ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ്, അതായത് വാഷ് ബേസിൻ ക്ലീനർ നമ്മൾ മേടിച്ചു. വളരെ ഫാൻസി പാക്കിംഗ് ആണ്, കാണാൻ നല്ല ചങ്കിയാണ്. വെർജിൻ പ്ലാസ്റ്റിക്, റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് ഫ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ്, വിച്ച് മീൻസ് ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് ടെക്നോളജി. റബ്ബറും പ്ലാസ്റ്റിക്കും അല്ല, സ്റ്റീലും റബ്ബറും ഫ്യൂസ് ചെയ്യുന്ന, അല്ല റബ്ബറും സ്റ്റീലും അല്ലെങ്കിൽ സ്റ്റീലും പ്ലാസ്റ്റിക്കും ഫ്യൂസ് ചെയ്യുന്ന ടെക്നോളജി. 2 ഡിഫറെന്റ് എലമെന്റ് ഫ്യൂസ് ചെയ്യുന്ന ടെക്നോളജി എപ്പോഴും നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ആൻഡ് വളരെ പ്രീമിയം ലുക്ക് ആയിരിക്കും. എക്സാക്ട്ലി സാറ്റിൻ മാറ്റ് ഫിനിഷിൽ പ്ലാസ്റ്റിക്, മേളിൽ റബ്ബർ ഹാൻഡിൽ ആൻഡ് the bristle, അതാണ് ഏറ്റവും നല്ല bristle. I mean, this is what you should be using to clean your closets and wash basins, especially അത് പ്രീമിയം പ്രൊഡക്റ്റ് ആണ്, ലൈക്ക് അമേരിക്കൻ സ്റ്റാൻഡേർഡ്, കോളർ, ജാഗ്വാർ, ആ ഒരു ലെവലിലെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ഉപയോഗിക്കണം. ഇനി അതല്ല പോലും നമ്മുടെ ഇവിടെ ഉണ്ട് 5000 രൂപയ്ക്ക് സിംഗിൾ പീസ് 10 വർഷം വാറണ്ടിയുടെ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വെച്ചാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ അത് 10 വർഷമല്ല, അത് 20 വർഷം അതേ കണ്ടീഷനിലിരിക്കും. ഞാൻ ഇന്ന് പോയി മാർക്കറ്റിൽ പോയി 2000 രൂപ ചെലവാക്കിയാൽ എനിക്ക് ആകെ 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. സോ എർഗോണോമിക്കലി ബ്യൂട്ടിഫുൾ, എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. ആ കളർ കോമ്പിനേഷൻ, ആ ഒരു ക്ലീൻലിനെസ് എല്ലാം ഉണ്ട്. ബ്രിസിൽസ് നല്ല സോഫ്റ്റ്. ദിസ് ഈസ് വാട്ട് യു ഷുഡ് ബി യൂസിങ്. അപ്പൊ നമ്മൾ ഇനി വലിച്ചു നീട്ടുന്നില്ല. ഇതാരും നമ്മൾ നോക്കാൻ ശ്രമിച്ചത് ക്ലോസറ്റ്സ് കേടായി പോകുന്നു, വാഷ് ബേസിൻസ് കേടായി പോകുന്നു എന്നുള്ളതിന്റെ കംപ്ലൈന്റിന്റെ വേണമെങ്കിൽ ഇത് നമുക്ക് പറഞ്ഞു തരാമായിരുന്നു, ഈ പ്രൊഡക്ട്സ് ഒന്നും ഇല്ലാതെ. പക്ഷെ പ്രൊഡക്റ്റ് വെച്ച് പറയുമ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. സോ വി ഡിസൈഡഡ് ടു സ്പെൻഡ് സം മണി. സോ ഐ ഹോപ്പ് യു വിൽ ഡിസൈഡ് ടു ഷെയർ അവർ വീഡിയോസ് ടു ആസ് മച്ച് പീപ്പിൾ ആസ് പോസിബിൾ. നമുക്ക് ഒരു 10,000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞ ഒരു പക്ഷേ ലുലുവിനകത്ത് പോയി നമുക്ക് ആ സ്റ്റാൻഡിന്റെ അവിടെ പോയി അവിടെ ഇരുന്ന് ഇതിന്റെ ഒരു 10 ഇരട്ടി പ്രൊഡക്ട്സ് അവിടെ ഉണ്ടായിരുന്നു. ആ പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ റിവ്യൂ ചെയ്യായിരുന്നു. പക്ഷേ അവർ അനുവദിച്ചില്ല. ബട്ട് ദാറ്റ്സ് ഫൈൻ. നമ്മൾ അവിടെ ഇരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നു. നമുക്ക് നല്ല പ്രൊഡക്റ്റും കിട്ടി. സോ ദിസ് ഈസ് യുവർ പ്രൊഡക്റ്റ് ആൻഡ് ദ ജനറൽ റൂൾ ഈസ് ദാറ്റ് നമ്മുടെ ടൂത്ത് ബ്രഷിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ് കാറ്റഗറി അല്ല, അൾട്രാ സോഫ്റ്റ് അല്ല, വെറും സോഫ്റ്റ് കാറ്റഗറിയിലുള്ള ബ്രിസിൽസിന്റെ ആ ഒരു തിക്നെസ്സും ആ ഒരു സോഫ്റ്റ്നെസ്സും ആണ് നമുക്ക് നമ്മുടെ ക്ലോസറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഡിസ്റ്റൻസ് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് യൂസ്ലെസ് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലോസ്ലി ഫുഡ് ബ്രിസിൽസ് ആയിരിക്കണം. ലൈക്ക് ഇൻ ദാറ്റ് കാറ്റഗറി ദിസ് ഈസ് ദ ബെസ്റ്റ്. സോ ഇതുപോലെ ആകുമ്പോൾ ബ്രിസിൽസ് അടുത്തടുത്ത് വരുമ്പോൾ പത കൂടുതൽ ഫോം ചെയ്യും. അപ്പം വളരെ കുറച്ച് ഡിറ്റർജന്റ് വെച്ച് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഐ തിങ്ക് ഞാനത് പറഞ്ഞില്ല. ബ്രിസിൽസ് അടുത്ത് വരുമ്പം നമുക്ക് നമ്മൾ ഒരു വലിയ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കുറച്ച് ഡിറ്റർജന്റ് ഉപയോഗിച്ചാൽ മതി. സോ ഹാർപിക് പോലത്തെ ഡിറ്റർജൻസ് ഭയങ്കര കൊറോസീവ് ആണ്. നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസറ്റിനെ നശിപ്പിക്കും. സോ വളരെ 2 തുള്ളി മതി ഇതിനെ ഫോം ചെയ്യാൻ, അത് മതി വാഷ് ബേസിൻ മൊത്തം ക്ലീൻ ചെയ്യാൻ. ഇനി ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ 2 അടപ്പ് വേണം നിങ്ങൾ ആ സെയിം സ്പേസ് ക്ലീൻ ചെയ്യണമെങ്കിൽ. എന്നാലും ക്ലീൻ ആവത്തുമില്ല, ക്ലോസറ്റും വാഷ് ബേസിൻ നശിച്ചു പോകുന്നുണ്ട്. സോ ഗൈസ്, സോ ഐ തിങ്ക് ഇറ്റ്സ് ഗെറ്റിംഗ് ലോങ് ദാൻ ഇറ്റ് ഈസ് നീഡഡ് ടു ബി. അപ്പോൾ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനേക്കാളും നല്ല കണ്ടന്റുമായിട്ട് വരാം. അണ്ടിൽ ദെൻ ലൈക്ക്, comment, share and don't forget to get us more subscribers. Thank you.